ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മാങ്ങാച്ചാറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 കിലോനോളം മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി വർഷക്കാലമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമ്മൾ മാങ്ങാച്ചാറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ 4 കിലോ മാങ്ങ കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കുട്ടപ്പന്മാരായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാങ്ങനൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഒരു മീഡിയം സൈസിലാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ മാങ്ങ എടുത്തിട്ട് ഇതേപോലെ കഷ്ണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇട്ടാൽ കൂടുതൽ കുഞ്ഞു കഷ്ണമാക്കില്ല, ഒരു മീഡിയം സൈസിൽ ഞാൻ കഷ്ണങ്ങളാക്കി എടുക്കും. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയില്ലേ, അതിനൊന്നും കൂടി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. ഏകദേശം ഇതേ ഒരു അളവിന് വേണം നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാൻ. ഇനി ഈ അരിഞ്ഞെടുത്ത മാങ്ങ നമ്മൾ ഏകദേശം ഒരു ദിവസത്തോളം നമ്മളൊന്ന് വെയിലൊളിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കേടുകൂടാതെ കുറേ കാലം ഇരിക്കുകയും ചെയ്യും കേട്ടോ. കണ്ടില്ലേ, ഇതേ ഒരു കണക്കിനാണ് നമുക്ക് കിട്ടുക. കളറൊന്ന് ചേഞ്ച് ആക്കി കിട്ടും. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അച്ചാറിന്. ഞങ്ങൾ എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാക്കുക. മാങ്ങനെ ഒന്ന് വെയിലൊളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കട്ടെ. ഞാനൊരു അച്ചാർ പൊടി ഇതേപോലെ 5 ടീസ്പൂണോളം അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഞാൻ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി ഇതേപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി നമുക്ക് ഒരു അല്ലിനെ ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സെൻറ്റർ മുറിച്ചിട്ട് എടുക്കാം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഒന്ന് കടിക്കാനുള്ളത് അച്ചാറിന് എപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മുളക് പൊടി ഞാനൊരു 5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അച്ചാറിന് ഉണ്ടാക്കാൻ ആവശ്യം. നമ്മൾ കുറച്ച് വലിയ ക്വാണ്ടിറ്റിയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഓയിലൊക്കെ നമുക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു പാനിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1.25 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടണം. എല്ലാ കടുകും നന്നായിട്ട് പൊട്ടണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ സത്തും കാര്യങ്ങളൊക്കെ ആ എണ്ണയിൽ ഇറങ്ങുള്ളൂ. ഇനി 1 ടീസ്പൂണോളം ഉലുവ ഉണ്ടോ ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് രണ്ടും ഒന്നൊന്ന് എണ്ണയിലൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ നമ്മൾ ഒന്നൊന്ന് വറുത്തെടുക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1/2 കപ്പോളം, നേരത്തെ ഞാൻ പറഞ്ഞില്ല 1/2 കപ്പോളം വെളുത്തുള്ളിയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് നമുക്കൊന്ന് കളർ മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഏകദേശം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പോളം ഇഞ്ചും കൂടിയും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനൊരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവണ വരെ തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 2-3-4 ഇല്ലി വേപ്പില എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വേപ്പിലയും ഇഞ്ചും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റി കിട്ടണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഓരോ പൗഡർ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇതേപോലെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് 5 ടീസ്പൂണോളം മുളക് പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ്, ഓരോരുത്തർക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 5 ടീസ്പൂണോളം അച്ചാർ പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ചാർ പൊടി മുളക് പൊടി ഞാൻ ഒരേ അളവിലാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് കരിയാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കിനി നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മാങ്ങനെ ഒന്ന് ഉണക്കിയെടുത്തു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ മാങ്ങനെ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങയിലേക്ക് മസാല ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അടിയിലാണ് മസാല ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് എടുത്തിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ മസാലയിൽ മാങ്ങ കിടന്നിട്ടൊന്ന് മിക്സ് ആവണം കേട്ടോ. അപ്പം മസാലയും കാര്യങ്ങളൊക്കെ മാങ്ങയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി അടിയിൽ നിന്ന് തന്നെ ഇളക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ 2 ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ മാങ്ങ ഉണക്കാൻ വെക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടതിന് ശേഷമാണ് കേട്ടോ മാങ്ങ ഉണക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടീസ്പൂണോളം ഉപ്പൊക്കെ മതിയാവും. ഇനി വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് മാങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്വർക്കേണ്ട ആവശ്യം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 4 കിലോളം മാങ്ങണം. അത്രയും കുറേ വലിയ ക്വാണ്ടിറ്റിയിലാണ് മാങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കുപ്പിയോളം സ്വർക്ക ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനൊരു കുപ്പിയോളം സ്വർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്വർക്കയും കാര്യങ്ങളൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
തുറക്കുക വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിള വന്നാൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ മാങ്ങാച്ചാർ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കൂടെ കേടുവരാതെ തന്നെ കുറേ കാലം ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങാച്ചാറിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും കേട്ടോ. നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല റെഡ് കളറിലൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.